പശുക്കളെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. തുടക്കം 50,000 രൂപ മുതലുള്ള പശുക്കളെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പശുക്കളെ കണ്ടാലോ. ഇത് റെഡ് ആൻഡ് സിന്ധി 22 ലിറ്റർ ഇറക്കുന്ന റെഡ് ആൻഡ് സിന്ധിയാണത്. ഒറിജിനൽ റെഡ് ആൻഡ് സിന്ധി, ഒറിജിനൽ രണ്ടാം പേര്. അടിപൊളി പശു കേട്ടോ. ഇത് റെഡ് ആൻഡ് സിന്ധിയിൽ HF കൂടിയത്. അപൂർവത്തിൽ അപൂർവമാണ് ഈ കളർ ഉണ്ടാവുള്ളൂ. അടിപൊളി കളർ കേട്ടാ. നിർത്തുന്ന പശുക്കളാണ്. ഇതിന്റെ അപ്പുറത്തുള്ളത് അതേമാതിരിയുള്ള പശു തന്നെയാണ്. അതും HFും ജേഴ്സിയും സിന്ധിയും കൂടിയ പശുവാണ്. അത് മുട്ട ഒറിജിനൽ കൊമ്പ് കരിക്കാത്ത മുട്ടയാണ്. തൊട്ടപ്പുറത്തുള്ളത് രണ്ടും HF ചിന്താമണി ക്രോസ് പറയും. അത് രണ്ടും ഒന്ന് കന്നിപ്പശുവാണ്. അതൊരു 25 ലിറ്ററോളം കറക്കും, മറ്റേത് 30 ലിറ്റർ കറക്കും. ഇതൊക്കെ ഫാം സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ള പശുക്കളാണ്. ഫാം സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ 10 പശു ഉണ്ടെങ്കിൽ 220 ലിറ്റർ പാല്, 250 ലിറ്റർ പാലുണ്ടാവും. ഇതിന്റെ കന്നിയാണ്, HFന്റെ കന്നി. ഹൈറ്റ് കണ്ടോ? ഞാൻ തന്നെ 178 സെന്റിമീറ്റർ ഉയരമുള്ള ആളാണ്. അപ്പൊ ഇതൊരു 160 ഉണ്ടാവും. നീര് കണ്ടില്ലേ? ചെനയാണ്. എല്ലാം ചെനയാണ്, പ്രസവിച്ചിട്ടില്ല. ഇത് പ്യൂർ HF. ഇത് ചിന്താമണി ക്രോസ് കന്നി. ഇത് ഇവിടെ മോള് നിപ്പുണ്ടല്ലോ. ഇത് കന്നി പശുവാണ്. ചാടി എഴുന്നേറ്റുള്ള ഇത് രണ്ടാം പേര്. ഇതല്ലേ? ഇതൊക്കെ 25 ലിറ്റർ കറക്കുന്ന പശുവാണ്. ഒറിജിനൽ മുട്ട, ഒറിജിനൽ ഒന്നല്ല. അതിന്റെ മടിപ്പവർ കണ്ടില്ലേ? ഇതൊക്കെ 11 മാസം കറക്കാം. മടി ആയിട്ടില്ല. പ്രസവിക്കാറായി 10 ദിവസം 12 ദിവസത്തിനുള്ളൊക്കെ പ്രസവിക്കും. അത്രേ ഉള്ളൂ. ഇതിന്റെ ചെറിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. ഇത് ചെറിയ ഐറ്റംസ്. ഇത് 15 ലിറ്റർ 16 ലിറ്റർ. ഇത് ഒരു 60-65 രൂപയുടെ ഉള്ളിൽ കിട്ടുന്ന പശുക്കൾ. ഇത്തരത്തിലുള്ള പശുക്കൾക്കൊക്കെ എന്തോരം വരും? ഇത് ആവറേജ് ഇട്ടൊക്കെ 75-95 ഉള്ളിൽ. ഇതല്ലേ നമ്മൾ ആവറേജ് ഇട്ടല്ലേ വാങ്ങിക്കും. ഒരെണ്ണൊക്കെ ആകുമ്പോൾ 1-10 ഒക്കെ വരും. 10 75, 85, 95 അങ്ങനെ അങ്ങനെയാണ് പശുക്കളെ വാങ്ങിക്കുക. ആവറേജ് ഇട്ടിട്ട് വാങ്ങിക്കുക. പാല് ആവറേജ് ഇട്ടിട്ട് കണക്കൂട്ട് ചെയ്യുക. അപ്പൊ അതിന് 30 കിട്ടുന്നുണ്ടെങ്കിൽ മറ്റേന് 25 കിട്ടും, മറ്റേന് 18 കിട്ടും. എല്ലാ തരത്തിലുള്ള പാലുണ്ടെങ്കിൽ പാലിന് കട്ടിയിട്ടാലേ നമുക്ക് 55 രൂപ പാലിന് കിട്ടുള്ളൂ. അങ്ങനെയാണ് പശുവിനെ വാങ്ങുക. അല്ലാതെ എല്ലാം HF വാങ്ങി കഴിഞ്ഞാൽ പാലിന് വില ഉണ്ടാവില്ല. അസുഖങ്ങളും കൂടും. പാല് കട്ടിയുള്ള കിട്ടും. പിന്നെ ഇതിന് ഇമ്മ്യൂണിറ്റി പവർ കൂടും, രോഗങ്ങൾ കുറയും, ഏത് പ്രതിസന്ധിയിലും നിൽക്കാം. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി അപ്പൊ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക. ഇന്ന ദിവസം വരും എന്ന് പറഞ്ഞാൽ ഡയറിയിൽ എഴുതും. ഞാൻ പശുവിനെ വാങ്ങിക്കൊടുക്കുന്ന ഏജന്റ് മാത്രമാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയും ഞാൻ ബ്രോക്കറാണ് പറയും. എന്നാലും പറയും നിങ്ങൾക്ക് കെട്ടിത്തെറിയുണ്ടോ ചോദിക്കും ആൾക്കാർ. എനിക്ക് കെട്ടിത്തെറിയില്ല. ഞാൻ ഇതേമാതിരി 100ഓളം സ്ഥലങ്ങൾ അറിയുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കെയർ ഓഫിൽ നിറയെ പശുക്കളുള്ള സ്ഥലത്ത് കൊണ്ടുപോയി അതിന് പർച്ചേസ് കമ്മീഷൻ 1000 രൂപ വാങ്ങിച്ച് നമ്മൾ പശുവിനെ ഇടപാട് നടത്തിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കലാണ് എൻ്റെ ജോലി. അത് വൃത്തിയിലും വെടുപ്പിലും സത്യസന്ധമായി ചെയ്തു തരും. അതിനാണ് നമ്മളൊരു 1000 രൂപ സർവീസ് ചാർജ് വാങ്ങിക്കുന്നത്. ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ? ബുക്ക് ചെയ്ത് തന്നെ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേമാതിരി തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കും. ഓരോ പാർട്ടിക്ക് അനുസരിച്ചും നമ്മൾ ഓരോ ഭാഗത്തായിരിക്കും. ചിലപ്പോൾ ചെറിയ പശുവിനെ വാങ്ങാൻ വന്ന ആൾക്കാരാണെങ്കിൽ ചെറിയ പശുവിനെ അന്വേഷിച്ച് പോകുന്നിടത്തായിരിക്കും നമ്മളുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞ് നമ്മളെ നമ്പർ ഇന്ന സമയത്ത് വരും, ഇന്ന ആഴ്ച വരും, ഇന്ന സമയത്ത് വരും. ട്രെയിനാണെങ്കിൽ ട്രെയിനിന്, കാറിലാണെങ്കിൽ കാറിന്, ബസ്സിലാണെങ്കിൽ ബസ്സിലെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എഴുതി വയ്ക്കും. ആ സമയത്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളെ പാലക്കാട് നിന്ന് പിക്ക് ചെയ്ത് പശുള്ളോടത്തേക്ക് നമ്മൾ പോവാം. അത് പാലക്കാടിൻ്റെ ബോർഡറും പരിസരങ്ങളിലായിട്ട് കുറച്ച് പശുക്കളെ കാണിച്ചു തരും. അതിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലാണ് തമിഴ്നാട്ടിലേക്ക് വരിക. തമിഴ്നാട്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പശുക്കളെയും കാണാം, കൂടുതൽ ഇനങ്ങളെ കാണാം, നല്ല വലിയ പാലുള്ള പശുക്കളെ കാണാം. വലിയ പാലെന്ന് പറഞ്ഞാൽ കൂടുതൽ പാലുള്ള പശുക്കളെ കാണാം. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ട്രാൻസ്പോർട്ടേഷനും നമ്മുടെ നാട്ടിലേക്കാൾ 5 രൂപ കമ്മിയാണ്. ഇവിടെ ദോസ്തിന് 40, അവിടെ 40 കൊടുക്കുമ്പോൾ ഇവിടെ 35 കൊടുത്താൽ മതി. ടീച്ചറിന് അവിടെ 75 കൊടുക്കുമ്പോൾ നമുക്കിവിടെ 55-നും 60-നും കിട്ടും. 13 പശുവിന് കയറും. പിന്നെ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 4 പശു കയറ്റുന്ന ദോസ്തും ഉണ്ട്, വാൽമാക്കരി 5 കയറ്റുന്ന വാൽമാക്കരി ഉണ്ട്. പിന്നെ ബെഡാ ദോസിൽ 6 കയറ്റുന്നതുണ്ട്. അതിനൊക്കെ 40 രൂപ കൊടുത്ത് 45 രൂപ കൊടുത്ത് കിട്ടും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വിളിച്ചു പറഞ്ഞത് കമ്പൽസറി ആയിട്ട് ബുക്ക് ചെയ്യണം. എല്ലാ സംസാരങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാൻ നോക്കാം പറയാന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം ബുക്ക് ചെയ്തിട്ട് ഞാൻ ഇന്ന ദിവസം വരും, എനിക്ക് ഇന്ന രീതിയിലുള്ള പശുക്കളാണ്. അപ്പം എൻ്റെ ഓറലായിട്ടൊക്കെ ഞാൻ പറഞ്ഞു തരും. ബാക്കിയുള്ളതൊക്കെ ബ്രീഡിനെ കാണുമ്പോൾ ഇപ്പം ഈ പശുവിനെ കാണാതെ ഇതിനിപ്പം നമുക്ക് ഫോണിലൂടെ പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. അപ്പോൾ ഈ പശു ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ പശുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കില്ല. അത് പറഞ്ഞാൽ അത് ഇവിടെയുള്ള ആൾക്കാർ സമ്മതിക്കില്ല. ശരിയാണ്. കാരണം ഈ ഫോട്ടോ നിങ്ങൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബ്രോക്കറത്ത് എത്തുമ്പോൾ അവൻ ചിലപ്പോൾ ഈ പശുവിൻ്റെ വില 25,000 കമ്മിയാക്കിയിട്ടേ പറയാം. പിന്നെ ഇയാൾക്ക് ഇത് വിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഒരിക്കലും ഫോട്ടോ കണ്ടിട്ട് ഒരു പശുവിനെ വാങ്ങാൻ സാധിക്കില്ല.
ഈ പശുവിന്റെ ഈ ഭാഗം മാത്രമേ ഇപ്പോൾ ഫോട്ടോയിൽ കാണാൻ പറ്റുള്ളൂ. ആ ഭാഗം കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണ്ടേ? അതെ 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 അതെ. പല്ല് നോക്കണം. ഇപ്പോൾ നമുക്ക് കാണിച്ചപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ പശുക്കളുടെ ഡീറ്റെയിൽസുകളും നമുക്ക് ഫോട്ടോയിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പറ്റില്ല. നമ്മൾ ഇതിൽ മാർക്കറ്റിംഗ് ഏജൻസി പാലക്കാട് ഉണ്ട്, CM ഏജൻസീസ് ആണ്. നമ്മുടെ നമ്പർ 3 ഉണ്ട്. ഈ 3 നമ്പർ നമ്മൾ വീഡിയോസിലുണ്ടാവും. വിളിച്ച് പറയുക, ബുക്ക് ചെയ്യുക. അത് എന്ന് വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ വിളിച്ചാൽ നമ്മൾ ഡേറ്റ് തരും. ആ ഡേറ്റിനനുസരിച്ച് ഇവിടെ വന്നിട്ട് നമ്മളെ കയ്യിലുള്ള പൈസക്ക് അനുസരിച്ചുള്ള നല്ല ഇനം പശുക്കളെ വാങ്ങിക്കൊടുക്കലാണ് നമ്മളെ ജോലി. ജേഴ്സി തൊട്ട് സിസ്ബ്രൗൺ, ചിന്താമണി, HF എന്ന് പറഞ്ഞാൽ 25 ക്രോസ് ബ്രീഡുകളടക്കം, ഒറിജിനൽ ബ്രീഡും ക്രോസ് ബ്രീഡുകളടക്കം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത്രയുള്ള 25 ലിറ്റർ ഇറക്കുന്ന 2ാം പേര് പശുവാണ്. ദാഹം 4 പല്ലാണ്. ഇത് നല്ല വലിയ പശു. ഇതിപ്പോ പുറത്തേക്ക് ചെറിയ മഴ ഉള്ളത് കൊണ്ടാണ് പുറത്തേക്ക് ഇറക്കാത്തത്. പുറത്തേക്ക് ഇറക്കി കാണുകയാണെങ്കിൽ ഇതിൽ വലിയ ഭീമൻ പശുവാണ്. ശരിയാണ്. 25 ലിറ്റർ പാല് ഇനിയും 10 ദിവസം കഴിഞ്ഞാൽ അടുത്ത് പ്രസവിക്കുള്ളൂ. അവൾക്ക് മടി വളരെ തിങ്ങും. 1ാം പേര്, 2ാം പേര്, 3ാം പേര് ഉള്ള പശുക്കൾ പല ഇനങ്ങളായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പശുവിനെ കിട്ടാതെ നിങ്ങൾ പോവില്ല. അതാണ് നമ്മളെ ഗ്യാരണ്ടി. നമുക്കിവിടെ 55,000 രൂപ തൊട്ടുള്ള പശുക്കളുണ്ട്. 15 ലിറ്റർ കറക്കുന്ന പശുക്കൾ. അവിടുത്തെ തൊട്ടിട്ട് 30 ലിറ്റർ 35 ലിറ്ററോളം കറക്കുന്ന പശുക്കളെ വരെ നമുക്കിത് വാങ്ങിത്തരാൻ സാധിക്കും. അങ്ങനെ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. ചിലപ്പോൾ 55 വാങ്ങാൻ വരുന്നത് ചിലപ്പോൾ 1 ലക്ഷത്തിന് പശുവിനെ വാങ്ങി പോകും. കാണുമ്പോൾ നമുക്ക് അത് വാങ്ങാൻ തോന്നും. ഇതെന്താ തന്നെ 25 ലിറ്റർ പാല് നമുക്ക് കറക്കാൻ പറ്റുന്നതാണ്. പാൽ ആവശ്യമുള്ളവർ ഇത്തരത്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല, ഉറപ്പാണ്. അപ്പോൾ അവിടെ ഒരു ജേഴ്സി ഉണ്ട്. ആ ജേഴ്സിയൊക്കെ സാധാരണക്കാരൻ വാങ്ങിക്കുന്നതാണ്. കാണിച്ചുതരാം. ഇപ്പോൾ സാധാ ജേഴ്സി പശുവാണ്. ഇത് 2 നേരം കൂടി ഒരു 16 ലിറ്റർ സിന്ധി കൂടിയ പശുവാണ്. സിന്ധി കൂടിയ പശുവാണ്. ഇത് 2 നേരം കൂടി ഒരു 16-17 ലിറ്റർ പാലാണ് ഇതിന് കിട്ടുക. ഇത് നമുക്ക് 65-70 രൂപയുടെ ഉള്ളിലാണ് ഈ പശുവിന് പാല് കിട്ടുക. 70 ഉറുപ്പിക്ക് വാങ്ങിയാൽ 17 ലിറ്റർ പാല് കിട്ടും. പക്ഷേ സിന്ധി കൂടിയ പശു ആയതുകൊണ്ട് ഇതിന്റെ പിൻവില ഒരു 35-40 ഉറുപ്പിക്ക് ഉണ്ടാവും. അങ്ങനെയല്ലേ? മറ്റേ സാധാ ജേഴ്സി പറഞ്ഞാൽ അത് കുഞ്ഞു ജേഴ്സിയാണ്. അതിപ്പോ 8 പ്രയറൊക്കെ പറ്റതാണ്. അത് വിൽക്കാത്ത സാധനമാണ്. അതൊരു സ്വന്തം ആവശ്യത്തിനുള്ളതാണ്. സ്വന്തം ആവശ്യത്തിനുള്ള പശുവാണ്. അതേമാതിരിയുള്ളൊരു പശുവിനെ നമുക്ക് 55 രൂപയ്ക്ക് കിട്ടും. 2ാം പേര് പശുവിനെ. പക്ഷെ അത് അരക്കറവ് കഴിഞ്ഞ് വിൽക്കുമ്പോൾ 25-30 രൂപ കിട്ടുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഇതാകുമ്പോൾ ഒരു 45-50 രൂപ കിട്ടും. ഡിഫറൻസ്. പിന്നെയുള്ള ഇതേമാതിരി കുട്ടികളാണ്. ഇത്തരത്തിലുള്ള കുട്ടികളെ ഇവിടെ കിട്ടില്ല. ഇതിന്റേതായ സ്ഥലങ്ങളുണ്ട്. ഇത് ആശപ്പെട്ട് വളർത്തുന്ന കുട്ടികളാണ്. ഇത് ഇവര് വളർത്തി വലുതാക്കി ചെന പിടിച്ചിട്ടേ കൊടുക്കുള്ളൂ. നമ്മളിപ്പോ നമ്മള് നാട്ടിലൊരു കുറി കൂടുകയെന്ന് പറയില്ലേ, അതേമാതിരി അവര് എവിടെന്നെങ്കിലും കിട്ടിയ കഴിഞ്ഞാൽ ഒരു കുട്ടീനെ വാങ്ങി അത് ഇങ്ങനെ 1-2 കൊല്ലം നോക്കി അതിന് വലിയൊരു സംഖ്യയായിട്ട് വെക്കുമ്പോൾ അവർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടും. ഇതേമാതിരി കുട്ടികളെ കൊണ്ടു വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇത് നനഞ്ഞു നിൽക്കണോണ്ടാണ് ഒരു ഷോ ഇല്ലാത്തത്. ചെറിയ ഈർപ്പമുള്ള സമയമാണ്. അതിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. ഉണങ്ങിയിട്ടില്ല. നമ്മളിപ്പോ ഒരു 25 ഉറുപ്പിക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അവര് പ്രതീക്ഷിക്കും വലിയ പശുക്കുട്ടിയായിരിക്കുന്നത്. അതിൻ്റെതായ വിലക്കാവും കിട്ടും. കർഷകനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇനങ്ങളെ കാണാം, ഒരുപാട് നമ്പറുകൾ, ഒരുപാട് എണ്ണം കാണാം, പല തരത്തിലുള്ള തൊഴുത്തുകൾ കാണാം, പല തരത്തിലുള്ള ഇതിനെ വളർത്തുന്ന രീതികൾ കാണാൻ പറ്റും. ഇതൊരു ഏക്കർ സ്ഥലമാണ്. ഈ 1 ഏക്കർ സ്ഥലത്ത് ആകെ 3 സെന്റ് സ്ഥലത്തെ പുല്ലുള്ളൂ. ഇതിന്റെ തൊഴുത്ത്, ഇതിന്റെ ചാണകങ്ങള്, ഇതിന്റെ രീതികൾ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, വലിയ പൈസ ചെലവാക്കി വലിയ തൊഴുത്തുണ്ടാകും. അതിൽ തന്നെ നമ്മളെ പകുതിയിലധികം പൈസ പോകും. അപ്പോൾ സാധാരണ ചെറിയ രീതിയിലുള്ള പശുക്കൾ ഉണ്ടാകുമ്പോൾ മാത്രം തൊഴുത്തുണ്ടാകുമ്പോഴാണ് അതിലാണ് പശുക്കൾ ഉണ്ടാകും. മനസ്സിലായോ? നമ്മളെ അപ്പോൾ അതിന് കുറച്ച് കഷ്ടപ്പെടണം. നമ്മളനുസരിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതാവും. നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് നിങ്ങൾ അനുയോജ്യമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ തൃപ്തിപ്പെടുത്തി നിങ്ങൾ പശുവിനെ വാങ്ങിക്കും. അതാണ് CM ഏജൻസി സർവീസ്. CM ഏജൻസീസ് ശരിക്കും പാലക്കാടാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഓഫീസ്. നമുക്ക് ബ്രാഞ്ചുകളില്ല. നമ്മളിനി ബ്രാഞ്ചുകൾ ഇടൂല്ല. എല്ലാവരും പറഞ്ഞ മാതിരി എനിക്ക് പൊള്ളാച്ചിയിൽ 4 ബ്രാഞ്ച് ഉണ്ട്, കണ്ണൂർ ഞാൻ ഇപ്പോൾ ഇടാൻ പോവുകയാണ്, എനിക്ക് ഇവിടെ ഉദുമൽപേട്ടയിലുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കച്ചവടം മാത്രം ചെയ്യുന്ന ഒരാളാണ്. കാരണം അതേ നമുക്കത് സാധിക്കുള്ളൂ. വെറുതെ നമ്മൾ എന്തെങ്കിലും പൊലിമ പറഞ്ഞിട്ട് വേറൊരാളെ നിന്ന് ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോൾ എൻ്റെ അനിയനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ മകനെ ഏൽപ്പിച്ചിട്ട് നീ 10 പശുവിനെ വാങ്ങി കൊടുക്കുക പറഞ്ഞേക്കാൻ പറ്റില്ല. എൻ്റെ എക്സ്പീരിയൻസ് അവർക്ക് ഉണ്ടാവില്ല. അവർ ഈ മേഖലയല്ല. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. അപ്പൊ എനിക്കും കൂടി ഒഴിവുള്ള ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ വരുമ്പോൾ കൃഷ്ണഗിരി വേണമെങ്കിൽ കൃഷ്ണഗിരി പോവാം, ധർമ്മപുരി പോവാം, സൈലം പോവാം. എനിക്ക് പരിചയമുള്ള എല്ലാ സ്ഥലത്തും പോയിട്ട് അവിടുത്തെ പശുക്കളെ വൃത്തിയിലും വെടുപ്പിലും വാങ്ങിയിട്ട് അതിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരുന്നവരെ നമുക്കൊരു സർവീസ് ചാർജ് ഒരു പശുവിന് 1000 രൂപ വെച്ച് വാങ്ങിക്കും.
പിന്നെ നമ്മളെ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് എണ്ണ അടിക്കണം, ഓക്കെ ഓക്കെ. എണ്ണ അടിക്കണം, ടോള് ചാടണമെങ്കിൽ ടോള് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ചിലവും നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളത് കച്ചവടത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരും.